Hello everyone. The Mountain Woman, written by Nirmala Puttur. Nirmala Puttur ഒരു ആദിവാസി ട്രൈബൽ റൈറ്ററാണ്. ആൻഡ് ഷീ വാസ് എൻ കണ്ടംപററി ഇന്ത്യൻ പോയറ്റാണ്. മെയിൻലി ഷീ റോട്ട് ഇൻ ഹിന്ദി. പിന്നെ നിർമ്മല പുത്തൂർ ബിലോങ്സ് ടു സാൻഡൽ ട്രൈബ്സ്. പിന്നെ ഇത് ഷി ബോൺ ഇൻ ജാർഖണ്ഡ്, ഇന്ത്യ. ഓക്കെ. പിന്നെ പറയാനുള്ളത് നിർമ്മല പുത്തൂരിൽ മെയിനായിട്ട് ആദിവാസികളുടെ ജീവിതശൈലികളെക്കുറിച്ചും അവിടെയുള്ള സ്ത്രീകളുടെ മെയിനായിട്ട് അവരുടെ റൈറ്റിങ്സിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ, അവിടുത്തെ വുമൻസിൻ്റെ എംപവർമെൻറ്റ്, അതുപോലെ വുമൻസിൻ്റെ സ്ട്രെങ്ത്ത്, അവരുടെ ജീവിതശൈലികൾ, അതൊക്കെയാണ് മെയിനായിട്ട് നിർമ്മല പുത്തൂരിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് പറയാനുള്ളത് എന്ന് വെച്ചാൽ പിന്നെ സ്ത്രീകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ആദിവാസികളുടെ പ്രത്യേകത, അവരുടെ ആ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചകളെ കുറിച്ചിട്ടും അങ്ങനെ ഓരോ മെയിനായിട്ട് അവരുടെ കവിതകളിലും റൈറ്റിങ്സിലൊക്കെ കാണാൻ കഴിയുന്നത് ഇതൊക്കെയാണ്. പിന്നീട് അവിടെയുള്ള കൾച്ചർ, അവരുടെ ട്രൈബൽസിൻ്റെ അവരുടെ ഐഡൻറ്റിറ്റി, കൾച്ചർ, പിന്നെ വുമൻസിൻ്റെ സ്ട്രഗിൾസ്, അവരുടെ എംപവർമെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളെ എങ്ങനെയാണ് മറ്റുള്ളവർ ചൂഷണം ചെയ്തിരുന്നത് എങ്ങനെ അതിനെതിരെ സംസാരിച്ചിരുന്ന അവരുടെ കവിതകളിലൂടെ. പിന്നീട് അവിടുത്തെ മെയിനായിട്ട് ആദിവാസികൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നേച്ചറിനെ കുറിച്ചിട്ടും എർത്തിനെ കുറിച്ചിട്ടൊക്കെ അവരുടെ കവിതകൾ കാണാം. അതുപോലെ തന്നെ അവരുടെ ഈ ആദിവാസികൾ പ്രകൃതിയുമായിട്ട് എങ്ങനെയാണ് അവർക്ക് ബന്ധം, പിന്നെ ഈ ഭൂമിക്ക് ആദിവാസികളുമായിട്ടുള്ള അവകാശങ്ങളും, അങ്ങനെ കുറേ സംഭവങ്ങൾ അവരുടെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അതുപോലെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതികളൊക്കെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട് അവരുടെ റൈറ്റിങ്സിലൂടെ. ഇതൊക്കെയാണ് അവരെ കുറിച്ചിട്ട് പറയാനുള്ളത്. മെയിനായിട്ട് നിർമ്മല പുത്തൂർ ഒരു ആദിവാസി റൈറ്ററാണ്. ആൻഡ് ഷീ യൂസ്ഡ് ഹെർ റൈറ്റിങ്സ് എന്തിനൊക്കെ ഈ ആദിവാസികളുടെ ഒരു ശബ്ദമായിട്ട് തന്നെ അവരുടെ പോയംസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് പോയത്തിലേക്ക് പോകാം. ദ മൗണ്ടെയിൻ വുമൺ. ദ മൗണ്ടെയിൻ വുമൺ എന്ന് പറഞ്ഞാൽ മലയിൽ താമസിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് പറയാം ഇതൊരു ആദിവാസി സ്ത്രീയെ കുറിച്ചിട്ട് തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ എന്താണ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എ ബണ്ടിൽ ഓഫ് ഡ്രൈഡ് വുഡ് ഓൺ ഹെർ ഹെഡ് ഷീ കംസ് ഡൗൺ ദ ഹിൽ. അവളുടെ തലയിൽ ഒരു കെട്ടുണക്ക മരച്ചില്ലകൾ വെച്ചുകൊണ്ട് മലയിൽ നിന്നും ഇറങ്ങി വരുന്നു. മൗണ്ടെയിൻ വുമൺ, അവൾ ആരാണ്? മലയിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. വിൽ ഗോ സ്ട്രൈറ്റ് ടു ദ ബസാർ. ആ വുഡ് കൊണ്ട് അവൾ ബസാറിലേക്ക് സ്ട്രൈറ്റ് ആയി പോവുകയാണ്. ആൻഡ് സെല്ലിങ് ഓൾ ഹെർ വുഡ്, അവിടെ അവൾ അവളുടെ വുഡ്സും സെല് ചെയ്യുന്നു. വിൽ ക്വെൻച്ച് ദ ഫയർ ഓഫ് ദ എൻറ്റയർ ഫാമിലി ഹങ്കർ. എന്തിനാണ് അവൾ സെല് ചെയ്യുന്നത്? അവൾക്ക് വേണ്ടിയിട്ടല്ല, അവളുടെ കുടുംബത്തിൻ്റെ ഹങ്കറിൻ്റെ ഫയർ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ ബസാറിൽ പോയിട്ട് ഫുഡ് സെല് ചെയ്യണത്. ഇവിടെ ആ സ്ത്രീ മൗണ്ടെയിൻ വുമൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റാൻസയിൽ അവൾ ചെയ്യുന്ന അവളുടെ വേറൊരു മുഖമാണ് കാണുന്നത്. ഹാങ്ങിങ് ഓൺ ഹെർ ബാക്ക് എ ചൈൽഡ് റാപ്ഡ് ഇൻ എ ഷീറ്റ്. അവിടെ അവൾ ജോലി എടുക്കുന്നുണ്ട്. അതിനു പുറമെ അവളുടെ കുട്ടികളെയും നോക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും സ്ത്രീകളുടെ ഒരു ഇതാണ് പറഞ്ഞത്. ആദിവാസികൾക്കിടയിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കുടുംബവും നോക്കേണ്ട ഒരു അവസ്ഥയാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അവളുടെ ഹാങ്ങിങ് ഓൺ ഹെർ ബാക്ക്, അവളുടെ പിൻഭാഗത്ത് എന്താണ് എ ചൈൽഡ് റാപ്ഡ് ഇൻ എ ഷീറ്റ്, ഒരു കുഞ്ഞ് തുണിയിൽ പൊതിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു. മൗണ്ടെയിൻ വുമൺ പ്ലാന്റിംഗ് പാഡി. മൗണ്ടെയിൻ വുമൺ എന്താ ചെയ്യുന്നത്? നെൽകൃഷി ചെയ്യുകയാണ്. പ്ലാന്റിംഗ് ഹെർ മൗണ്ടെയിൻ ഓഫ് ഗ്രീഫ്. അവൾ തൻ്റെ മല പോലെയുള്ള ദുഃഖങ്ങളും ഒപ്പം നട്ടുപിടിപ്പിക്കുന്നത് പോലെ തോന്നും. ഓക്കെ. ഫോർ എ ബ്ലോസമിങ് ക്രോപ്പ് ഓഫ് ഹാപ്പിനെസ്. ഒരു ദിവസം സന്തോഷത്തിൻ്റെ വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവൾ പാഡി ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. ബ്രേക്കിംഗ് അപ്പാർട്ട് ദ സ്റ്റോൺസ് ഓഫ് ദ മൗണ്ടെയിൻ, ഷീസ് ബ്രേക്കിംഗ് മൗണ്ടെയിനിയസ് റൈറ്റ്വൽസ് ആൻഡ് ടാബൂസ്. മലയിലെ കല്ലുകൾ പൊട്ടിക്കുന്നത് പോലെ സമൂഹത്തിലെ വലിയ അനുഷ്ഠാനങ്ങളും വിലക്കുകളും അവൾ തകർക്കുന്നു. ഇതെന്താ പറയുന്നത് വെച്ചാൽ ഈ ആദിവാസി ട്രൈബ്സിൻ്റെ ഇടയിൽ അവിടെ ഒരു പാട്രിയാർച്ചിക്കൽ ലൈഫാണ്. അവിടെ സ്ത്രീകൾ അവരുടെ സാമ്പത്തികമായിട്ടും അതുപോലെ കുട്ടികളെ നോക്കും, സാമ്പത്തികമായിട്ടും ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു പാട്രിയാർച്ചി വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സ്റ്റോൺസ് ഒന്നും ബ്രേക്ക് ചെയ്യാനൊരു അനുമതിയില്ല. അതെല്ലാം ആണുങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പോയത്തിൽ പറയുന്നത് അവൾ കല്ലുകൾ പൊട്ടിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? അവിടുത്തെ റൂൾസ്, അവിടെ സമൂഹത്തിലുള്ള വലിയ അനുഷ്ഠാനങ്ങളും വിലക്കുകളും എല്ലാം ഇതിലൂടെ അവൾ തകർക്കുന്നു. ഈ സ്റ്റോൺ അവൾ പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നിയമങ്ങൾക്കെതിരെ അവൾ നിൽക്കുകയാണ്. അവിടെയുള്ള നിയമം എന്താണ്? സ്ത്രീകൾ ഒരിക്കലും സ്റ്റോൺസ് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല എന്നാണ് അവിടെയുള്ള നിയമം. പക്ഷേ ഇവിടെ ആ മൗണ്ടെയിൻ വുമൺ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യാണ്, സ്റ്റോൺസ് ബ്രേക്ക് ചെയ്യുന്നതോടുകൂടെ അവിടെയുള്ള അനുഷ്ഠാനങ്ങളും അതുപോലെ വിലക്കുകളും എല്ലാം അവൾ ബ്രേക്ക് ചെയ്യാണ്. വീവിംഗ് മാറ്റ്സ് ഓൺ ദ മൗണ്ടെയിൻസ്. അവിടെ എന്താണ്? മലയിലിരുന്ന് അവൾ പായകൾ നെയ്യുന്നു. പാസിംഗ് ഹെർ മൗണ്ടെയിനിയസ്ലി ലോങ് ഡേ. അവളുടെ വളരെ നീണ്ട ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഷീ മേക്സ് ബ്രൂംസ്. അവൾ ചൂലുകൾ ഉണ്ടാക്കുന്നു. വെപ്പൺസ് ടു ഫൈറ്റ് ഫിൽത്ത്. അവ എന്താണ്? ഈ ബ്രൂംസ് എന്താണ് ചെയ്യുന്നത്? അവ മലിനതയെ നേരിടുന്ന ആയുധങ്ങളാണ്. പിയേഴ്സിംഗ് ദ നോട്ട് ഓഫ് ഹെർ ഹെയർ വിത്ത് എ ഫ്ലവർ. നെക്സ്റ്റ് മൗണ്ടെയിൻ വുമൻ്റെ വേറൊരു ഫേസ് കാണാൻ പോവുകയാണ്. എന്താണ് മൗണ്ടെയിൻ വുമൺ ചെയ്യുന്നത്? അവൾ മുടിയിൽ ഒരു പൂവ് കുത്തി വെക്കുകയാണ്. ഒരു
അവളുടെ ഹെയറിൽ ഒരു ഫ്ലവർ വെക്കുകയാണ്. ഷീസ് പിയേഴ്സിങ് സമൺസ് ഹേർട്ട്. എന്തിനാണ് ചെയ്യുന്നത്? അത് ആരുടെയോ ഹൃദയം കുത്തി പരിക്കേൽപ്പിക്കുന്നത് പോലെ മനോഹരമാണ്. അവിടെ എന്താണ് അവളുടെ സൗന്ദര്യം അവിടെ ആകർഷണീയമായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ. ഷീ റൺസ് ആഫ്റ്റർ ദ കൗസ് ആൻഡ് ഗോഡ്സ്, ഹെർ ഫീറ്റ് ഇൻസ്ക്രൈബ് ഇൻ ദ എർത്ത്. അവൾ പശുക്കളുടെയും ആടുകളുടെയും പിന്നാലെ ഓടുകയാണ്. അവളുടെ കാലടികൾ ഭൂമിയിൽ അടയാളങ്ങൾ വരയ്ക്കുന്നു. ഹൺഡ്രഡ്സ് ഓഫ് ഹെർ ഇന്നസെന്റ് മെയ്ഡൻ സോങ്സ്. അവളുടെ നിഷ്കളങ്കമായ ഗേൾസിന്റെ ഗാനങ്ങളുടെ 100 കണക്കിന് സ്വരങ്ങൾ പോലെ. ഇത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൗണ്ടൈൻ വുമണ് പിന്നീടുള്ള അവളുടെ ഒരു ഫേസ് കാണിക്കുകയാണ്. മൗണ്ടൈൻ വുമൺ എന്താണ് ചെയ്യുന്നത്? അവളുടെ ഹെയറിൽ ഒരു ഫ്ലവർ, അവളുടെ ഹെയറിലുള്ള നോട്ട്, അതായത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഹെയറിൽ അവളൊരു ഫ്ലവർ വെക്കുകയാണ്. അതെന്തിനാണ്? ഒരാളുടെ ഹൃദയം കുത്തി പരിക്കേൽപ്പിക്കുന്ന പോലെ. അതായത് അത്രയും സൗന്ദര്യമാണ് അവൾക്ക്. അതാ പറയുന്നത്, ഒരാളവളെ കണ്ടായ ഹൃദയത്തിനെ മുറിവേൽപ്പിച്ചു, എൻ്റെ ഹൃദയത്തിലേക്ക് കുത്തി കയറി എന്ന് പറയുമല്ലോ. അതുപോലെ അവരുടെ മനസ്സിൻ്റെ ആളുകളിലേക്ക് അവളുടെ സൗന്ദര്യം തുളച്ച് കയറുകയാണ്. പിന്നീട് എന്താണ് പറയുക? പിന്നെ അതുപോലെ അവളിങ്ങനെ ഓടുകയാണ്. ഈ കൗസിൻ്റെയും ഗോഡ്സിൻ്റെയും എല്ലാം പുറകിലൂടെ അവൾ ഓടുകയാണ്. ആ ഓടുന്നതോടുകൂടെ അവളുടെ കാലടികൾ ഭൂമിയിൽ ഇങ്ങനെ അവളുടെ കാലടികൾ പതിയാണ് ഭൂമിയിൽ. നെക്സ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് ഹെർ ഇന്നസെന്റ് മെയ്ഡൻ സോങ്സ്. അതുപോലെ അവളുടെ ഒരുപാട് മെയ്ഡൻസ് ഇങ്ങനെ സോങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ നല്ല സുന്ദരമായ മുഖവും അവളുടെ ഓടുന്നതിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പോയം ഒരു സന്താളി ലാംഗ്വേജിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള പോയാണ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ബൈ അരുൺ സിദേശ് ആൻഡ് അർലിൻ സിഡെ. ഓക്കെ. പിന്നെ ഈ പോയത്തിൽ മെയിനായിട്ട് പറയുന്നത് ഒരു മൗണ്ടെയിൻ വുമൻ്റെ ഹാർഡ് വർക്കിംഗ്, അതുപോലെ അവരുടെ ക്ലോസ്ലി കണക്റ്റഡ് ഒരു മൗണ്ടെയിൻ വുമണ് എങ്ങനെയാണ് ഒരു മൗണ്ടെയിനോടും അതുപോലെ നേച്ചറിനോടും എങ്ങനെയാണ് ക്ലോസ്ലി കണക്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ പോയത്തിൽ പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ആ ഒരു മൗണ്ടെയിൻ വുമന് മൗണ്ടെയിനിൽ പോയിട്ട് വുഡ്സ് കളക്ട് ചെയ്യുന്നതും അത് തലയിൽ വെച്ചിട്ട് അവർ ബസാറിൽ പോയി സെല്ല് ചെയ്യുക, അതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ആ മണി എന്തിനാണ് അവൾ ഏൺ ചെയ്യുന്നത്? ഷീസ് ദ ബ്രെഡ് വിന്നർ ഓഫ് ദം. അത് അവളുടെ ഫാമിലിയുടെ ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ ആ ഫാമിലിക്ക് എന്താണ്, ഫാമിലിനെ ഫാമിലിക്ക് വേണ്ടി സമ്പാദിക്കുന്നവരെ പറയുന്നതാണ് ബ്രെഡ് വിന്നർ. അതായത് ആ ഫാമിലിയുടെ ഒരു അന്നദാതാവ്. ഒക്കെ ആ ഫാമിലിനെ പുലർത്തുന്നത് ആരാണ്? അവരെയാണ് ബ്രെഡ് വിന്നർ എന്ന് പറയുക. അപ്പോൾ അവള് ആ ഫാമിലിയുടെ ബ്രെഡ് വിന്നർ ആണ് എന്ന് ഷോസ് ചെയ്യാനാണ് ഈ സംഭവങ്ങളെല്ലാം ഫസ്റ്റ് സ്റ്റാൻസയിൽ കൊടുക്കുന്നത്. പിന്നെ അത് തന്നെ ഫസ്റ്റ് സ്റ്റാൻസയിൽ അതുപോലെ അവൾ പറയുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റാൻസയിലാണോ അല്ല സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നുണ്ട്, അവളുടെ കുട്ടീനെ പുറകിൽ വെച്ചിട്ട് ഹാങ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് അല്ലേ. അതെന്താണ് ഷോസ് ചെയ്യുന്നത്? അത് അവള് ഒരേ സമയം അവളുടെ വീട്ടിലേക്ക് പണം സമ്പാദിക്കുന്നുണ്ട്, അതോടുകൂടെ തന്നെ അവളുടെ മദർഹുഡിനെ കുറിച്ചിട്ടുമാണ് അവിടെ പറയുന്നത്. ഓക്കെ. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത് അവള് പ്ലാന്റിങ് ഹെർ മൗണ്ടെയിൻ ഓഫ് ഗ്രീഫ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അവളുടെ വലിയ ദുഃഖങ്ങളോടൊപ്പം അവൾ കൃഷി ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൾ വയലിൽ നെൽകൃഷി ചെയ്യാണ്. അതോടുകൂടെ എന്താണ്, അവളുടെ ദുഃഖങ്ങളോടൊപ്പമാണ് അവൾ കൃഷി ചെയ്യുന്നത്. പിന്നീട് പറയുന്നത് അവൾ കല്ലുകൾ പൊട്ടിക്കുന്നത് എന്താണ്? ആ സമൂഹത്തിലുള്ള വിലക്കുകളും ആചാരങ്ങളും എല്ലാം അവൾ തകർക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് കാണിക്കുന്നതാണ്. പിന്നെ അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാന്താൾ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുരുഷാധിപത്യം ഉള്ള ഒരു ട്രൈബ്സ് ആണ്. എന്നാൽ അവിടെ കഠിനാധ്വാനം ചെയ്യുന്നത് മുഴുവനും സ്ത്രീകളാണ്. എന്നാൽ പോലും അവർക്ക് അധികാരമില്ല, അധികാരമുള്ളത് പുരുഷന്മാർക്ക് മാത്രമാണ്. അപ്പോൾ അവൾ ബിഗ് സ്റ്റോൺസ് പൊട്ടിക്കുന്നതിലൂടെ എന്താണ് കാണിക്കുന്നത്? ഈ വിലക്കുകളെല്ലാം അവൾ തകർത്ത് കളയുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ആ മൗണ്ടെയിൻ വുമൺ എന്താ ചെയ്യുന്നത്? അവൾ ബ്രൂംസ് ഉണ്ടാക്കുകയാണ് അല്ലെ. ബ്രൂംസ്, വെപ്പൺസ് ടു ഫൈറ്റ് ഫിൽത്ത്. അതെന്താണ്? ചൂല് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചൂല് അഴുക്കുകളൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് ചൂല് ഉപയോഗിക്കുന്നത് അല്ലേ. അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഒരു വെപ്പൺ, ഈ ചൂല് ഒരു വെപ്പണായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ വെപ്പൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വെപ്പൺസ് ടു ഫൈറ്റ് ഫിൽത്ത് എന്നാണ്. അവിടെയുള്ള മാലിന്യങ്ങളെല്ലാം, അതായത് അവിടെയുള്ള മാലിന്യമായിട്ടുള്ള ഓരോ സംസ്കാരത്തെയും അവൾ അടിച്ചു വാരി തൂത്തെറിയാണ്. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവൾ ചൂലുണ്ടാക്കിയിട്ട് വെപ്പൺസ് ടു ഫൈറ്റ് ഫിൽത്തിനെ നേരിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വെപ്പൺ ആയിട്ടാണ് ഇവിടെ ബ്രൂംസിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് അവൾ മുടിയിൽ പൂവ് ചൂടുന്നു അല്ലേ. അതെന്താണ്? അത് അവളുടെ ആ മൗണ്ടെയിൻ വുമൻ്റെ സൗന്ദര്യത്തിനെയും പിന്നെ അതുപോലെ തന്നെ അവളുടെ സ്വാതന്ത്ര്യം, അവൾ കൗസിൻ്റെയും ഗോഡ്സിൻ്റെയും എല്ലാം പുറകെ ഓടിച്ചാടി പോവുകയാണ് അല്ലേ. പാട്ടുപാടി ഒരുപാട് മെയ്ഡ്സ് പാട്ടുപാടി അതിനിടയിലൂടെ അവൾ ഓടിപ്പോവുകയാണ്. ഇത് അവളുടെ ഫ്രീഡത്തിനെ കുറിച്ചും അവളുടെ ബ്യൂട്ടീനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ലൈൻസിൽ പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ മൗണ്ടെയിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. മെയിനായിട്ട് അവിടുത്തെ ആ മൗണ്ടെയിൻ വുമൻ്റെ ശക്തി, അവളുടെ ആ പവറിനെ സൂചിപ്പിക്കുന്നു. പിന്നെ അവളുടെ ഹാർഡ് വർക്കിങ്ങിനെ കുറിച്ചിട്ടാണ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. പിന്നെ അവളുടെ വലിയ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടെ ചെയ്യുന്നു, അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അവളുടെ ഉറച്ച വ്യക്തിത്വം, ഇതെല്ലാം ഒരു മൗണ്ടെയിനോട് ഉപമിച്ചിട്ടുള്ളതാണ് ഈ പോയത്തിൽ.